സ്നേഹമായിട്ട് തിരിച്ചിട്ടുണ്ട്. വേറെ ഒന്നും അതിൽ നിന്ന് ആഗ്രഹിക്കാറില്ല. എന്ന് വെച്ച് അവർ സ്നേഹിച്ചില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആ സ്നേഹത്തിൽ കുറവ് വരുത്താറുമില്ല. അത് ഏത് ബന്ധത്തിലിട്ടാൽ അൽഹംദുലില്ലാഹ് എൻ്റെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ഓക്കെയാണ്. പക്ഷേ എന്നെ അറിയാത്ത കുറേ ആളുകളിൽ നിന്ന് നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം എത്തി, 40ആയി. കണ്ടിരുന്ന കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരിക്കൽ കൂടെ ഞാൻ ശുഭരാത്രി പറഞ്ഞ് പിരിയണമെന്നില്ല. ഞാൻ തിരിച്ചു വരാം എന്ന പ്രതീക്ഷയോടെ പോവാണ്. ഈ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തിരിച്ച് ഞാൻ വരും ഒരു 10 മണി 9:30ക്ക് ശേഷം വീണ്ടും ഞാൻ വരാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, 84 90 ആവട്ടെ അല്ലേ, 5 മിനിറ്റ് കൊണ്ടുണ്ട്. 90 കഴിഞ്ഞാൽ കറക്റ്റ് 1.5 hours ആവും. അപ്പോൾ 6 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഈ 6 മിനിറ്റിൽ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. അതെ, കുറേ സുഹൃത്തുക്കൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊന്ന് താഴെ ഒരു കമൻറ്റ് ചെയ്യുമോ? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റിയാൽ വലിയ ഉപകാരമാണ്. ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റും, എനിക്ക് നിങ്ങളോട് 2 വാക്ക് പറയാൻ പറ്റും. കണ്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഇനി കമൻറ്റ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കാണാതെയാണോ അതും അറിയില്ലല്ലോ. ഇല്ല, കമൻറ്റുകൾ ചെയ്തിട്ട് വരാതെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായി റോക്കറ്റ് ടോയ് അയാളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. അയാളുടെ കയ്യിലുണ്ടായിരുന്നു പുക നിറച്ചുകൊണ്ട്. വെള്ളിമൂങ്ങ അതിപ്പോ കണ്ടില്ലല്ലോ. ജയിച്ചതൊന്നും ഇപ്പൊ കണ്ടില്ല. എന്താണ് അതൊക്കെ അത് എടുത്തു വെക്കാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അത് എന്താ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വെക്കാന്നാണ്. അതേപോലെ ചെയ്യും. കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക, വലിയൊരു ടാസ്ക്കാണ്. നിങ്ങളൊക്കെ സമ്മതിക്കണം. നമുക്ക് അത്രത്തോളം ടാസ്കില്ല. ഈ ഉമ്മമാരെ ഉണ്ടല്ലോ, ഉമ്മമാരെ നല്ല രീതിയിൽ സമ്മതിക്കണം. കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരും. കുട്ടികൾക്കും ഈ കുട്ടികൾ പൊതുവെ ഈ ഒരു വട്ടം 2 വട്ടം പറഞ്ഞാൽ അനുസരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ വേറെ എന്തെങ്കിലും കളിയിലായിരിക്കും, കാര്യങ്ങളിലായിരിക്കും ചെയ്യും. പക്ഷെ 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. ഈ 2 വട്ടം 3 വട്ടം പറയുമ്പോൾ നമ്മൾക്ക് ദേഷ്യമാണ്. പക്ഷെ ഉമ്മമാരുടെ കാര്യം അമ്മമാരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമ്മളെ സഹിക്കണം, പിള്ളേരെ സഹിക്കണം. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, നമ്മളെക്കാൾ ക്ഷമ കുറഞ്ഞവരാണ് നമ്മളൊപ്പമുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ക്ഷമ വലിയൊരു വിജയം തന്നെയാണ് എല്ലാവരുടെ ഇതിലും. ഒരാൾക്ക് എന്തെങ്കിലും ദേഷ്യം വന്ന സമയമാണെങ്കിൽ മറ്റൊരാൾ ക്ഷമിക്കുക, മറ്റൊരാൾക്ക് ദേഷ്യം വന്ന സമയമാണ് ഇപ്പുറത്തുള്ള ആൾ ക്ഷമിക്കുക. ക്ഷമ കൊണ്ട് മാത്രം മറ്റേ ഇത് പറഞ്ഞ പോലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറഞ്ഞ പോലെ ക്ഷമ കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരിൽ, സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ ഉണ്ട്. ക്ഷമ കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നത്.
ക്ഷമയില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന വലിയ നല്ല നല്ല ബന്ധങ്ങളും കുറേ ഉണ്ട്. പക്ഷെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം ചിന്തിച്ചത് കൊണ്ട്